മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണിയെയും കടന്നാക്രമിച്ച് ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. LDFനെ ഇപ്പോൾ ഇടതുപക്ഷം എന്ന് വിളിക്കാനാകില്ലെന്നും ഇടതിൽ ഇപ്പോൾ രണ്ടു തരം നേതാക്കളെന്നും തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. RSSുമായും BJPയുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്ത നേതാക്കളാണ് ഇടതുമുന്നണിയിൽ. ഹൃദയത്തിൽ പ്രത്യയശാസ്ത്രം കുടിയേറിയ നേതാക്കളുണ്ട്. ഇത്തരം നേതാക്കൾ പാർട്ടിയിൽ ചതിക്കപ്പെട്ടുവെന്നും G. സുധാകരനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. എല്ലാ ദിവസവും ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്ന മോദിക്ക് കേരളത്തിലെത്തുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി പറയുന്നതിൽ മൗനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. സ്വർണം കവർന്നു, പകരം ചെമ്പ് സ്ഥാപിച്ചു. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കേരളത്തിൽ വന്നപ്പോൾ ഇതെല്ലാം മറന്നുപോയി. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും LDFനെയും സഹായിക്കാനാണ് ഇത്. മുഖ്യമന്ത്രിയെയോ കുടുംബത്തെയോ മോദി എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു. നരേന്ദ്രമോദി എല്ലാ ദിവസവും തന്നെയും കോൺഗ്രസിനെയും ആക്രമിക്കുന്നു. 38 കേസുകൾ തൻ്റെ പേരിലുണ്ട്. തൻ്റെ ലോക്സഭാ അംഗത്വം കളഞ്ഞു. ഔദ്യോഗിക വസതി ഒഴിവാക്കി. എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നില്ല? പാർലമെന്റിൽ വനിതകൾ എഴുന്നേറ്റാൽ മോദിക്ക് ഭയമാണ്. കേരളത്തിൽ കരിങ്കൊടി കാണിക്കുന്നവരെ പിണറായി തല്ലിച്ചതയ്ക്കും. രണ്ടുപേരും അധികാരം കൊണ്ട് മത്തുപിടിച്ചവരാണെന്നും രാഹുൽ പരിഹസിച്ചു. കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ വരുന്നവരെ തിരിച്ച് ആക്രമിക്കണം എന്നാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. അധികാരം തന്നിൽ നിന്നും ഉണ്ടായതാണെന്ന് ഇത്തരക്കാർ കരുതുന്നു. നരേന്ദ്രമോദിക്കും കേരള മുഖ്യമന്ത്രിക്കും ധാർഷ്ട്യമാണ്. ജനങ്ങൾക്ക് മുകളിലാണ് തങ്ങളെന്ന് അവർ കരുതുന്നു. എതിർപ്പുള്ളവർ കരിങ്കൊടി കാണിച്ച് പോകട്ടെ, അവർ എതിർപ്പ് പ്രകടിപ്പിച്ചതല്ലേ എന്ന് കരുതുന്നതിന് പകരം അവർ തന്നെ കൊല്ലാൻ വരുന്നു എന്ന് ചിന്തിക്കുന്നു. കേരളത്തിലെ 75% നെൽകർഷകരും ഇന്ന് കടത്തിലാണ്. കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. ക്രൈസ്തവരെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്നവരുമായാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കൂട്ട്. ലഹരി മരുന്നിന്റെ തലസ്ഥാനമായി കേരളം മാറി. എന്തുകൊണ്ടാണ് ട്രംപിനെ മോദി ഭയക്കുന്നത്? എപ്സ്റ്റീൻ ഫയലിൽ മോദിയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. മന്ത്രിമാരെക്കുറിച്ചുള്ള വിവരമുണ്ട്. എണ്ണയും ഗ്യാസും എവിടെ നിന്നൊക്കെ വാങ്ങണമെന്ന് പറയാൻ ഡൊണാൾഡ് ട്രംപ് ആരാണെന്നും രാഹുൽ ചോദിച്ചു. ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് പിരിച്ച ഫണ്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ച് സന്തോഷ് കുമാർ MP രംഗത്ത് വന്നിരുന്നു. LDFനെതിരെ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്നും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും കത്തിൽ പറയുന്നു. ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നടത്തിയ ഫണ്ട് പിരിവും വിനിയോഗവും സംബന്ധിച്ചിട്ടുള്ള ഗുരുതരവും വ്യാപകവുമായ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനുമായി പൊതുജനങ്ങളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ഗണ്യമായ തുക പിരിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ആകെ ശേഖരിച്ച ഫണ്ട്, ഈ ഫണ്ട് നിക്ഷേപിച്ച ബാങ്കുകൾ, ഇത് ദുരിതബാധിതർക്കായി വിനിയോഗിച്ച രീതി എന്നിവ സംബന്ധിച്ച സുതാര്യതയുടെ അഭാവം ആശങ്കാജനകമാണ്. വയനാട്ടിലെ മുൻ പാർലമെന്റ് അംഗം എന്ന നിലയിൽ താങ്കൾക്ക് നേരിട്ടുള്ള ബന്ധവും പ്രിയങ്ക ഗാന്ധി വാദ്ര നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നതും കണക്കിലെടുക്കുമ്പോൾ ഈ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട്, സന്തോഷ് കുമാർ കത്തിൽ ചൂണ്ടിക്കാണിച്ചു.